IPL-ൽ ബംഗളൂരു മറ്റൊരു കിരീടത്തിന് അടുത്തെത്തി നിൽക്കുമ്പോൾ അതിൽ കനപ്പെട്ട സംഭാവന നൽകിയ താരങ്ങളുടെ പട്ടികയിൽ ജമ്മു കാശ്മീരിൽ നിന്നുള്ള 25-കാരനായ റാസിഖ് സലാമിൻ്റെ പേരുണ്ട്. സീസണിലെ വിക്കറ്റ് വേട്ടയിൽ 10ാം സ്ഥാനത്ത് 11 കളികളിൽ നിന്നായി 16 വിക്കറ്റുകൾ. ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ലക്നൗ സൂപ്പർ ജയൻസിനെതിരെ 24 റൺസ് വിട്ടുകൊടുത്ത് 4 വിക്കറ്റുകൾ. സീസണിലെ ഏറ്റവും മികച്ച പ്രകടനം. പുറത്തായത് അപകടകാരികളായ ഐഡൻ മർക്രാമും ആയുഷ് ബദോനിയും മുകുൾ ചൗധരിയും ആവേശ് ഖാനും അടക്കമുള്ളവരാണ്. മാരകമായ യോർക്കറുകളും സ്ലോ ബോളുകളും ആവോളം പിറന്ന പന്തേറിനൊടുവിൽ കളിയിലെ താരമായതും റാസിഖായിരുന്നു. മുംബൈ ഇന്ത്യൻസിനെതിരെ പേശി വലിവിനെ തുടർന്ന് പന്തെറിയുമ്പോൾ വീണിട്ടും ആ ഓവർ പൂർത്തിയാക്കിയ പോരാട്ട വീര്യമാണ് യുവതാരത്തിൻ്റേത്. ഇമ്പാക്റ്റ് പ്ലെയറായെത്തി 23 റൺസ് മാത്രം വഴങ്ങി നേടിയത് നമാൻ ധിറിൻ്റെ വിക്കറ്റ്. 18 റൺസിനായിരുന്നു RCBയുടെ വിജയം. ഏറ്റവും ഒടുവിൽ ആദ്യ പ്ലേ ഓഫിൽ ഗുജറാത്തിൻ്റെ നിർണായകമായ 2 വിക്കറ്റുകൾ 4 പന്തുകൾക്കിടെ വീഴ്ത്തിയ മികവാണ് റാസിഖിൻ്റേത്. പവർ പ്ലേയിൽ നിഷാന്ത് സിദ്ധുവിനെയും ജേസൺ ഹോൾഡറെയും പുറത്താക്കുക വഴി ഗുജറാത്തിൻ്റെ തിരിച്ചുവരവ് അവസാനിപ്പിച്ച പ്രകടനമായിരുന്നു അത്. 3 ഓവറിൽ വഴങ്ങിയത് 24 റൺസ് മാത്രം. പവർ പ്ലേയിലും ഡെത്ത് ഓവറുകളിലും ഒരുപോലെ വിക്കറ്റ് എടുക്കാനുള്ള കഴിവ്, പേസ് വേരിയേഷൻ, ബാറ്റ്സ്മാൻ തുടരെ പ്രഹരിച്ചാലും തളരാതെ തിരിച്ചു വരാനുള്ള പോരാട്ടവീര്യം, പേസ് ബോളർക്ക് ആനുകൂല്യം നൽകുന്ന ഉയരമുണ്ട്, പന്തിനെ വിക്കറ്റിൻ്റെ ഇരുവശത്തേക്കും സ്വിംഗ് ചെയ്യിക്കാനുള്ള കഴിവുമുണ്ട്, സ്ഥിരമായി 140 കിലോമീറ്റർ തൊടുന്ന പന്തുകൾ, അതിനിടയിൽ പിറക്കുന്ന ബാറ്റ്സ്മാൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കുന്ന അപകടകാരികളായ സ്ലോ ബോളുകളുമുണ്ട്. സീസണിൽ പവർ പ്ലേയിലും മധ്യ ഓവറുകളിലും ഡെത്ത് ഓവറുകളിലും വിക്കറ്റ് വീഴ്ത്താനുള്ള കഴിവും റാസിഖിനെ ക്യാപ്റ്റൻ്റെ വിശ്വസ്തനാക്കുന്നു. 2019-ൽ മുംബൈ ഇന്ത്യൻസിലൂടെയായിരുന്നു IPL അരങ്ങേറ്റം. 2022-ൽ കൊൽക്കത്തയിലെത്തി. വിക്കറ്റില്ലാത്ത 2 സീസണുകൾ, 2 വർഷത്തെ ഇടവേളയുണ്ടായി. 2024-ൽ ഡൽഹി ക്യാപിറ്റൽസിൽ 8 കളികളിൽ നിന്ന് 9 വിക്കറ്റ്. കഴിഞ്ഞ വർഷം ബംഗളൂരുവിലെത്തി. 2 മത്സരങ്ങളിൽ 1 വിക്കറ്റ് മാത്രം. എന്നാൽ ഇത്തവണ കൂടുതൽ കളികളിൽ അവസരം ലഭിച്ചു. 6 കോടി രൂപയ്ക്ക് RCB ക്യാമ്പിലെത്തിയ റാസിഖ് അതിൻ്റെ 10 മടങ്ങ് നൽകിയാണ് മുന്നേറുന്നത്.